ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് വീക്കിൽ അപ്പോൾ ആരാകും പുറത്തേക്ക് പോകുമെന്നറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വീക്ക് എവിക്ഷനിൽ വന്നിരിക്കുന്നത് മൊത്തം 8 പേരാണ്. അനിമോൾ, രേണു, ആര്യൻ, ജിസേൽ, അതുപോലെ തന്നെ ശൈത്യ, സാരിക, രഞ്ജിത്ത്, നെവിൻ. ഇവരിൽ നിന്ന് ആരാകും പുറത്തേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അൺഒഫീഷ്യൽ പോളുകളുടെയൊക്കെ വോട്ടിങ്ങിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പറയാൻ പോകുന്നത്. അതുതന്നെ ആയിരിക്കും ഈ ഒരു ഓഡിയൻസ് ട്രെൻഡ് തന്നെയായിരിക്കും ഒഫീഷ്യൽ വോട്ടിങ്ങിലേക്ക് വരുമ്പോഴും കാണാൻ സാധിക്കുന്നത്. അവസാനം വരുന്ന 2-3 പേര് തന്നെയായിരിക്കും അതിലൊരാളായിരിക്കും വെളിയിലേക്ക് പോകുന്നത്. എന്താണേലും ഈ ഒരു ആഴ്ച എവിക്ഷൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. എവിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആരെങ്കിലും ഒരാൾ തന്നെയായിരിക്കും പോകാനുള്ള സാധ്യതകൾ. ഇത് തന്നെയാണ് ഓഡിയൻസിൻ്റെ ഒരു ട്രെൻഡും കണ്ടുവരുന്നത്. ആദ്യം തന്നെ അനിമോളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ മാജിക് ഫെയിം എന്ന നിലയിൽ, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന നിലയിലല്ല, ആദ്യ ആഴ്ച ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ മികച്ചൊരു പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അനിമോളുടെ സൈഡിൽ നിന്നില്ല. എന്നാൽ വെളിയിലെ ഒരു ഔട്ട്സൈഡ് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വോട്ടിങ്ങിലൊക്കെ അത്യാവശ്യം എല്ലാ അൺഒഫീഷ്യൽ പോളുകളിലും നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അടുത്തത് രേണുവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വോട്ടിങ് കാര്യങ്ങളും നിലവിൽ കിട്ടുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വോട്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്ത് നടന്ന ആ ഒരു കോൺട്രവേഴ്സികളിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നതുകൊണ്ടും കുറച്ച് പ്രേക്ഷകരുടെയൊക്കെ സപ്പോർട്ട് നിലവിൽ ലഭിക്കുന്നുണ്ട്. അടുത്തത് ആര്യൻ കതൂരിയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ വോട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം പ്രേക്ഷക സപ്പോർട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഒരു 2-3 സ്ഥാനങ്ങളിലേക്കൊക്കെ ആര്യൻ അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ വരുന്നുണ്ട്. അടുത്തത് നമ്മുടെ ജിസേലാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ആദ്യത്തെ ഒരു ദിവസം ഒഴിച്ച് ബാക്കി ഈ ഒരാഴ്ചയിൽ നല്ല രീതിയിൽ പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാൻ സാധിച്ചൊരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ജിസേൽ. കുഴപ്പമില്ലാത്ത രീതിയിൽ അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ നല്ലൊരു വോട്ടിംഗ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 4-5 പൊസിഷനുകളിലെല്ലാം ജിസേൽ വരുന്നുണ്ട്. അടുത്തത് നമ്മുടെ ശക്തിയുടെ കാര്യമാണ്. കുഴപ്പമില്ലാത്ത ഒരു വോട്ടിംഗ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അൺഒഫീഷ്യൽ പോളുകളിലാണെന്നുണ്ടെങ്കിൽ പോലും മികച്ചൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. കാരണം ഈ ഒരാഴ്ച മികച്ചൊരു പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ സോഷ്യൽ മീഡിയ ഫെയിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു റീച്ചുള്ള ഒരു ഫെയിമും കാര്യങ്ങളും ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വോട്ടും കാര്യങ്ങളും ഒന്നും ഈ ഒരാഴ്ച ശൈത്യക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു വീക്ക് സേഫ് ആയിരിക്കുമെന്ന് തോന്നുന്നു. അടുത്ത ശാരികയാണ്. ഡേഞ്ചറസ് സോൺ എന്ന് തന്നെ നമുക്ക് പറയാം. അത്യാവശ്യം കുറച്ച് വോട്ട് കിട്ടുന്നുണ്ട് എന്നല്ലാതെ ഒരു സേവ് ആകാൻ രീതിയിലുള്ള വോട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല. എന്നാൽ പോലും നമുക്കൊരു ഡേഞ്ചറസ് സോണിൽ വരുന്ന കണ്ടസ്റ്റൻസുകളിൽ ഒരാൾ കൂടിയാണ് ശാരിക എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അടുത്ത് നമ്മുടെ രഞ്ജിത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് രഞ്ജിത്ത്. കാരണം അത്രയ്ക്കും വോട്ട് കുറവാണ്, പ്രേക്ഷക സപ്പോർട്ടും കുറവാണ്. സോഷ്യൽ മീഡിയ ഫെയിമിലൊന്നും അത്ര തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഒരു ഇംപ്രഷനും കാര്യങ്ങളും നിലവിൽ രഞ്ജിത്തിനെ സംബന്ധിച്ചില്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെന്നുണ്ടെങ്കിലും ആദ്യ ആഴ്ചയിൽ അത്ര മികച്ച പെർഫോമൻസ് ഒന്നും നടത്തിയിട്ടുമില്ല. സോ രഞ്ജിത്തിനും ഈ ഒരാഴ്ച എവിക്ഷൻ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അടുത്തത് നെവിൻ. ഏറ്റവും അവസാനമാണ് എല്ലാ അൺഒഫീഷ്യൽ പോളുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെവിൻ്റെ പേര് കാണാൻ സാധിക്കുന്നത്. അധികം പ്രേക്ഷക സപ്പോർട്ടൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ ഒരാഴ്ച എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 100% പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് നെവിൻ. എന്നാൽ അത്യാവശ്യം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഓളം ഉണ്ടാക്കാനും അതുപോലെ തന്നെ കുറച്ച് ഫൺ മൊമെന്റ്സ് ഉണ്ടാക്കാനും നെവിന് സാധിക്കുന്നുണ്ട്. അപ്പം രഞ്ജിത്തിനെ അപേക്ഷിച്ച് നെവിൻ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. രഞ്ജിത്ത് അവിടെ നിന്നിട്ടും പ്രത്യേകിച്ചൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ബിഗ് ബോസിൻ്റെ ഒരു തീരുമാനങ്ങൾ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ രഞ്ജിത്ത് എവിക്റ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. അതല്ല പ്രേക്ഷക സപ്പോർട്ടാണ് കംപ്ലീറ്റ്ലി നോക്കുന്നത് എങ്കിൽ നെവിൻ തന്നെയായിരിക്കും ഈ ഒരു വീക്ക് പുറത്തേക്ക് പോകുന്നത്. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ആരാകും ഈ ഒരു വീക്ക് പുറത്തേക്ക് പോകാൻ സാധ്യതയെന്ന്.